നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വിസ നിയമങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി പ്രത്യേക വാഹനമിറക്കി UAE. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റി എന്നീ വകുപ്പുകളാണ് വിസ നിയമലംഘകരെ കണ്ടെത്തുന്നതിനായി പുതിയ ആശയം നടപ്പിലാക്കിയിരിക്കുന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ജൈടെക്സ് മേളയിലാണ് ICP ഇൻസ്പെക്ഷൻ കാർ അവതരിപ്പിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന പ്രത്യേക സംവിധാനം വാഹനത്തിനുള്ളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അവയിലൂടെ നിയമലംഘകരെ കണ്ടെത്താൻ കഴിയുമെന്നതാണ് അധികൃതരുടെ വാദം. സ്വകാര്യ സ്കൂളുകളിൽ വിദേശ അധ്യാപകരെ നിയമിക്കുന്നതിന് ഫീസ് ഈടാക്കുമെന്ന് ബഹ്റൈൻ അധികൃതർ. സ്വദേശിവൽക്കരണവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ സ്വദേശി അധ്യാപകരെ നിയമിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഇത് പാലിക്കാതെ വിദേശ അധ്യാപകരെ നിയമിക്കുന്ന സ്കൂൾ അധികൃതർ 500 ദിനാർ ഫീസ് അടയ്ക്കണമെന്ന് സർക്കാർ അറിയിച്ചു. മെട്രോ ട്രെയിനിനുള്ളിൽ നിലത്തിരിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് ഓർമ്മപ്പെടുത്തി ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഇത്തരം നിയമലംഘനങ്ങൾക്ക് 100 ദിർഹം വരെ പിഴ ഈടാക്കും. മെട്രോ യാത്ര സുഗമമാക്കാനും എല്ലാവരും സഹകരിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ഒമാനിൽ വ്യാജ തൊഴിൽ പരസ്യങ്ങൾ ഓൺലൈൻ വഴി വ്യാപകമാകുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ഒമാൻ തൊഴിൽ മന്ത്രാലയം. എല്ലാ ഔദ്യോഗിക തൊഴിലവസരങ്ങളും അവരുടെ അക്കൗണ്ടുകളിൽ മാത്രമേ പ്രസിദ്ധീകരിക്കാറുള്ളൂവെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. മന്ത്രാലയത്തിന്റെ പേരിൽ വരുന്ന പരസ്യങ്ങൾ ഔദ്യോഗിക ഹാൻഡിലുകളിലാണ് വരാറുള്ളത്. മറ്റു കക്ഷികളെ അതിനായി ഏർപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രാലയം എക്സിൽ കുറിച്ചു. UAEയിലെ പള്ളിയിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിർദ്ദേശം. പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദാണ് നിർദ്ദേശം നൽകിയത്. ഈ മാസം 17 വെള്ളിയാഴ്ച ജുമയ്ക്ക് അരമണിക്കൂർ മുൻപായിരിക്കും പ്രത്യേക നമസ്കാരം. രാജ്യത്തുടനീളമുള്ള എല്ലാ പള്ളികളിലും മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം നടത്തണമെന്ന് പ്രസിഡന്റ് നിർദ്ദേശിച്ചു. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.